നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലായിരുന്നു. ശത്രുക്കളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒന്നുമില്ലാത്ത ഏറ്റവും ദരിദ്രവാസിയാണെന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തിന്റെ ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. വഫാത്തിന്റെ സമയത്ത് ഷറഫാക്കപ്പെട്ട മടിയിൽ തലവെച്ചിങ്ങനെ കിടന്ന് കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളം മുറ്റുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ല ഖദീജ, മരണപ്പെടുന്നത് പേടിയാണെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല നബിയെ, ഞാനെങ്ങാലും മരണപ്പെട്ടു പോയാൽ തങ്ങൾക്ക് പിന്നെ ആരാണുള്ളത് എന്ന് ഞാൻ ഓർത്ത് വിഷമിച്ചു പോയി. ദിവസവും ഖദീജയെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് മദ്ഹ് പറയുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചത്രേ, അല്ല നബിയെ, ഏറ്റവും പ്രായം കൂടിയ വയസ്സായ ആ ഖദീജയെ ഇന്നും നിങ്ങൾക്ക് ഓർക്കണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇല്ല ആയിഷ, എനിക്ക് ഖദീജക്ക് പകരം ഖദീജ മാത്രമാണ്. എനിക്ക് മകളെ തന്നത് ഖദീജയാണ്. ശത്രുക്കൾ എന്നെ ആട്ടി ഓടിച്ചപ്പോൾ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് എന്നെ കോർത്തു പിടിച്ചത് എന്റെ പ്രിയപ്പെട്ട ഖദീജയായിരുന്നു. ആ ഖദീജയെ എനിക്ക് മറക്കാൻ കഴിയില്ല ആയിഷ എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ എല്ലാ ആശ്വാസങ്ങളെയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പങ്കുവെക്കുകയാണ്. ഖദീജ വഫാത്തായി 3 വർഷക്കാലം ഖദീജയെ ഓർത്തുകൊണ്ട് അതിൽ നിന്ന് മുക്തി ലഭിക്കാൻ സമയമെടുത്തു അത്രേ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ നമുക്കൊരു ഫാത്തിഹ ഓതാം. ഓക്കെ, വീണ്ടും കാണാം.